ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കട്ടിങ്ങൊക്കെ തീരും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 2 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ, അതായത് ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ എത്ര അടയാളപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇതൊരു 32 സൈസിൻ്റെയാണ് പറയണേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഹിപ്പ് ബൈ 4+2 2 എന്ന് പറയണത് നമുക്ക് സെയിം എലവൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് 2 കൂട്ടാം. അപ്പോൾ അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 8ഉം 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ മൊത്തം 10 ഇഞ്ച്. അപ്പോൾ താഴത്തേക്കുള്ള ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ വേസ്റ്റ് എത്രയാണോ അടയാളപ്പെടുത്തിയത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 11 ഇഞ്ച് താഴത്തേക്കും 3 ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് ലൂസും കൂടിയും അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ കർവ് ചെയ്യുമ്പോൾ നമ്മൾ അധികം കുഴിച്ച് വരയ്ക്കരുത്. ഇനി നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് കൂടി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ താഴത്തെ വണ്ണം അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിംഗിൾ കട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ് തയ്ച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചേക്കണേ. അപ്പോൾ നമുക്കിനി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണമെന്നാണ് കേട്ടോ സ്ട്രെയിറ്റ് പാൻറ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.